മുകേഷ് എം.എൽ.എയുടെ അറസ്റ്റ് ജില്ലാ കോടതി എറണാകുളം ജില്ലാ കോടതി തടഞ്ഞു. ഈ വാർത്തയിലേക്കാണ് നാം പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചു, ഏതർത്ഥത്തിലാണ് ആ അറസ്റ്റ് കോടതി തടഞ്ഞത് അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഇതിൻ്റെ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. എന്തായിരുന്നാലും മുകേഷിനെതിരെയും ഇത്തരത്തിൽ സിനിമയിൽ നിന്ന് ചില പരാതികൾ ഉയർന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായി ആണ് മുകേഷിൻ്റെ അറസ്റ്റ് മുകേഷിനെതിരെ കേസെടുത്ത് പോലീസ് നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോയത്. പക്ഷേ ഇപ്പോഴിതാ അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മുകേഷിൻ്റെ അറസ്റ്റ് തടയുകയാണ്. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് മുകേഷിൻ്റെ അറസ്റ്റ് തടഞ്ഞത്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മുകേഷിൻ്റെ അറസ്റ്റ് തടഞ്ഞത്, ഈ തടയുന്നതിലേക്ക് നയിച്ച കോടതിയുടെ വസ്തുതകൾ എന്ത്, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. സാലി മുഹമ്മദ് ലൈനിലുണ്ട്. സാലി, തത്സമയം ചേരുമ്പോൾ എന്തൊക്കെയാണ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ നടപടി? എന്താണ് അറസ്റ്റ് തടയുന്നതിലേക്ക് പോയത്? അജിംഷാദ്, മുകേഷിൻ്റെ ഹർജി തന്നെയാണ് കോടതി പരിഗണിച്ചത്. കോടതി പരിഗണിച്ചൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. അടുത്ത മാസം 3 വരെ, അതായത് 5 ദിവസത്തേക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളൊന്നും പാടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതൊരു ഇൻ്ററിം ഓർഡറാണ്, ഇടക്കാല ഉത്തരവാണ്. ഇടക്കാല ഉത്തരവിന് ശേഷം അടുത്ത കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 3-നാണ്. 3 വരെ ഈ ഇടക്കാല ഉത്തരവ് നിലനിൽക്കും. അതിനുശേഷം വീണ്ടും പരിഗണിക്കും. അതാണ് സംഭവം. അപ്പോൾ മുകേഷാണ് കോടതിയെ സമീപിച്ചത്. മുകേഷ് പറഞ്ഞ ഒരു കാര്യം, ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഒരു കാര്യം, ഈ തനിക്കെതിരെയുള്ള ഈ കേസിലും പരാതിയിലും ഒക്കെ ഗൂഢാലോചനയുണ്ട്. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഈ പരാതിക്കാരി ശ്രമിച്ചത്. അതിന് താൻ വഴങ്ങാതിരുന്നതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരമൊരു പരാതിയായി മാധ്യമങ്ങളോടും ഒക്കെ ഈ പരാതിക്കാരി പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ മറ്റ് പല ലക്ഷ്യങ്ങളുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട തൻ്റെ കൈവശം വ്യക്തമായ തെളിവുണ്ട്, ഡിജിറ്റൽ രേഖകളുണ്ട്, ഇവർ തന്നെ ബന്ധപ്പെട്ടതിൻ്റെയൊക്കെ വിവരങ്ങളുണ്ട്, മറ്റൊരു ഇടനിലക്കാരൻ വഴി പണം ആവശ്യപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടുകളുണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നതായിരുന്നു ഈ ഹർജി പ്രാഥമികമായ വാദം കേട്ട ശേഷം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിലെ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കൊണ്ട് തന്നെയാണ് സെഷൻസ് കോടതി, ഡിസ്ട്രിക്ട്സ് ആൻഡ് സെഷൻസ് കോർട്ട് എറണാകുളം ഒരു ഇടക്കാല ഉത്തരവിലേക്ക് കടന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഹർജി കോടതിയിലെത്തിയത്. പെട്ടെന്ന് തന്നെ ഒരു ഹർജി മൂവ് ചെയ്യായിരുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഹൈക്കോടതിയിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലുമായി ഇവരെല്ലാവരും എത്തുമെന്നുള്ളതാണ്. മുകേഷ് കൊച്ചിയിലെത്തി ചില അഭിഭാഷകരുമായി ബന്ധപ്പെട്ട ഊരും തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ അത് എവിടേക്കാണ് ഹർജി എത്തുക എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. അങ്ങനെയാണ് സെഷൻസിലേക്ക് ഉച്ചയ്ക്ക് ശേഷം എത്തിയത്. ഉച്ചയ്ക്ക് ശേഷം എത്തി ഒരല്പം മുമ്പ് ആ കേസ് ബെഞ്ചിൽ വന്നു, പരിഗണിച്ചു, ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചു. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ നടപടി വലിയ ആശ്വാസകരമാണ്, കോടതിയുടെ ഇടപെടൽ. കാരണം ഒരു പക്ഷേ മുകേഷിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുമായിരുന്നു. പോലീസ് കേസെടുത്തിരുന്നു, ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. SIT സംഘം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ലോക്കൽ പോലീസിലേക്ക് കേസ് കൊടുത്ത് അവർ FIR വിട്ടു. ഇനി ഈ മുകേഷിനടക്കം ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനിരിക്കെയാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കോടതി ഇതിൻ്റെ ഒരു മെറിറ്റിലേക്ക് പൂർണ്ണമായി കടന്നിട്ടില്ല. പക്ഷേ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജിയാണ് വന്നത്. ആ അറസ്റ്റ് തടയണം എന്ന പ്രയറിലേക്ക് കോടതി മുഖവിലക്കെടുത്ത് ആ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസകരമാണ്. കാര്യം ഇപ്പോൾ ഈ 5 ദിവസത്തേക്കാണെങ്കിലും ഈ 5 ദിവസം കഴിയുമ്പോൾ 3-ാം തീയതി കേസ് വീണ്ടും വരും. കേസ് വീണ്ടും വരുമ്പോൾ സ്റ്റാറ്റസ് കോടതിയെ അറിയിക്കും അന്വേഷണ സംഘം. അതിനിടയിൽ ഒരു പക്ഷേ മുകേഷിൻ്റെ മൊഴി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് സാഹചര്യം, ഈ പരാതിക്കാരി നൽകിയ പരാതിയിലും നൽകിയ മൊഴിയിലെയും കണ്ടൻറ്റും ഈ 5 ദിവസം കൊണ്ട് അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ തുടങ്ങിയ നിർണായകമായ വിവരങ്ങൾ ഒരു പക്ഷേ ആ ഇടക്കാല റിപ്പോർട്ടിലുണ്ടാവും. ആ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുകേഷ് പറയുന്നത് ശരിയാണെങ്കിൽ, അതായത് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമായിരുന്നു പരാതിക്കാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് മുകേഷ് അവകാശപ്പെടുന്നതാണ് ഹർജിയിലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ അത് ശരിയാണെങ്കിൽ കോടതി മുഖവിലക്കെടുക്കുകയും ഇനി 3-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ അതുകൂടി പരിഗണിക്കുകയും ചെയ്യുക.